Hello guys, welcome back to my channel. Today we are gonna learn how to make a sentence in English. ഇംഗ്ലീഷിൽ എങ്ങനെ സെൻറ്റൻസ് നിർമ്മിക്കാം. What is subject, object, verb and auxiliary verb? ഒരു ചെറിയ സെൻറ്റൻസ് ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് രണ്ട് തിങ്സ് വേണം, സബ്ജക്റ്റും വേർബും. സബ്ജക്റ്റും വേർബും ഉണ്ടെങ്കിൽ ഒരു സെൻറ്റൻസ് ഉണ്ടാക്കാം. ഫോർ എക്സാമ്പിൾ, ഷി റൈറ്റ്സ്, അവൾ എഴുതുകയാണ്. ഷി റൈറ്റ്സ്, ഇതിൽ ഷീ ആണ് സബ്ജക്റ്റ്, റൈറ്റ്സ് ആണ് വേർബ്. ആരാണോ ചെയ്യുന്നത് അവരെ സബ്ജക്റ്റ് എന്നും എന്താണോ ചെയ്യുന്നത് അതിനെ വേർബ് എന്നും പറയും. ഷീ ഈസ് എ സബ്ജക്റ്റ് ആൻഡ് റൈറ്റ്സ് ഇസ് ദ വേർബ്. അനദർ എക്സാമ്പിൾ, ഷീ റൈറ്റ്സ് എ ഡയറി, അവൾ ഡയറി എഴുതുകയാണ്. ഇവിടെ എ ഡയറി, ഡയറി എന്താണ്? ഒബ്ജക്റ്റ്. ഡയറി ഈസ് ദ ഒബ്ജക്റ്റ്. അനദർ എക്സാമ്പിൾ, ഹി ഡ്രൈവ്സ് എ കാർ, ഇവിടെ ഹി ആണ് സബ്ജക്റ്റ്, ഡ്രൈവ്സ് ആണ് വേർബ്, എ കാർ ആണ് ഒബ്ജക്റ്റ്. ഓക്കെ, എനിക്ക് ഐസ്ക്രീം ഇഷ്ടമാണ്, ഇതിൻ്റെ കറക്റ്റ് ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ നമുക്ക് നോക്കാം. ഐ ഐസ്ക്രീം ലൈക്ക്, പക്ഷേ അത് തെറ്റാണ്, ഗ്രാമാറ്റിക്കലി തെറ്റാണ്. ഐ ലൈക്ക് ഐസ്ക്രീം, അതാണ് കറക്റ്റ് ഫോർമാറ്റ്. ഇംഗ്ലീഷ് സെൻറ്റൻസിൻ്റെ സ്ട്രക്ചർ ഇങ്ങനെയാണ്: സബ്ജക്റ്റ് പ്ലസ് വേർബ് പ്ലസ് ഒബ്ജക്റ്റ്. സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൻ്റെ ഫോർമാറ്റ് ഇങ്ങനെയാണ്: സബ്ജക്റ്റ് പ്ലസ് V1 പ്ലസ് ഒബ്ജക്റ്റ്. രാമു ഡ്രോസ് എ പിക്ചർ, രാമു ചിത്രം വരയ്ക്കാറുണ്ട്. സിമ്പിൾ പാസ്റ്റ് ടെൻസിൻ്റെ സ്ട്രക്ചർ ഇങ്ങനെയാണ്: സബ്ജക്റ്റ് പ്ലസ് V2 പ്ലസ് വേർബ്. രാമു ഡ്രൂ എ പിക്ചർ, രാമു ചിത്രം വരച്ചു. സിമ്പിൾ ഫ്യൂച്ചർ ടെൻസിൻ്റെ സ്ട്രക്ചർ ഇങ്ങനെയാണ്: സബ്ജക്റ്റ് പ്ലസ് ഓക്സിലറി വേർബ് പ്ലസ് ഒബ്ജക്റ്റ്. രാമു വിൽ ഡ്രോ എ പിക്ചർ ഓർ രാമു ഈസ് ഗോയിങ് ടു ഡ്രോ എ പിക്ചർ. രണ്ടിനും വേറെ മീനിങ് ആണ്, പക്ഷെ രണ്ടും സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ് ആണ്. അത് നമുക്ക് അടുത്ത ക്ലാസ്സുകളിൽ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയി പഠിക്കാം. വിൽ ആൻഡ് ഗോയിങ് ടു ഇസ് ദ ഓക്സിലറി വേർബ് ഹിയർ. ഓക്കെ, വാട്ട് ഡു യു മീൻ ബൈ ഓക്സിലറി വേർബ്? ഓക്സിലറി വേർബ് എന്ന് വെച്ചാൽ ഹെൽപ്പിംഗ് വേർബ്. വേർബിനെ, മെയിൻ വേർബിനെ ഹെൽപ്പ് ചെയ്യുന്ന വേർബാണ് ഓക്സിലറി വേർബ്. What is V1, V2, V3 forms of verb? V1 is a present, V2 is past simple and V3 is past participle. For example, draw, drew, drawn, write, wrote, written, drive, drove, driven. ഇത് ഇറഗുലർ വേർബ്സ് ആണ്. ഓക്കെ, ഇറഗുലർ വേർബ്സിനും റെഗുലർ വേർബ്സിനെ കുറിച്ച് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഓക്കെ, ഡീറ്റെയിൽ ആയി പഠിക്കാം. സോ നിങ്ങൾക്ക് ഈ ക്ലാസ് മനസ്സിലായെന്ന് കരുതുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, press the bell icon and do support. Thank you.